അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. 2 വൃക്കകൾ, കരൾ, ഹൃദയ വാൽവ് എന്നിവയാണ് ദാനം ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് അടൂർ പിന്നിട്ടു. ആദ്യം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് ആംബുലൻസ് എത്തുക. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ആലിൻ അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ ആംബുലൻസ് എവിടെ എത്തി? എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? ആംബുലൻസ് കൊട്ടാരക്കര എത്താനാകുന്നു. അല്പസമയത്തിനകം ആംബുലൻസ് കൊട്ടാരക്കരയിൽ വലിയ ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന അടിമാനൂർ വെഞ്ഞാറമ്മൂട് വഴിയാണ് കിംസ് ആശുപത്രിയിലേക്ക് ആദ്യം ആംബുലൻസ് എത്തുക. അവിടെ നിന്ന് ശ്രീചിത്ര ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയുള്ള കുട്ടികൾക്ക് അവയവങ്ങൾ ദാനം ചെയ്യാനായി എത്തും. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രമണ്ഡലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. കിംസ് ആശുപത്രി ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ്, അഡ്രിയ എന്ന കുഞ്ഞിനാണ് കരൾ നൽകുന്നത്. മലന്ദ്ര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി ഈ കിംസ് ആശുപത്രി ചികിത്സയിലുള്ള കുട്ടി മാറും. ഫെബ്രുവരി 5-ാം തീയതി ഉച്ചയ്ക്ക് 2:30 റോഡ് നിർമ്മാണത്തെ തുടർന്നാണ് ഈ മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള മകൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഏതായാലും MC റോഡ് വഴി ഇപ്പോൾ ഏതാണ്ട് കൊട്ടാരക്കരയ്ക്ക് അടുത്തെത്തുന്നു അവയവങ്ങളുമായുള്ള ആംബുലൻസ്. ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു കുടുംബത്തിലെ വലിയ ദുഃഖത്തിലും അത് 5 കുട്ടികൾക്ക് 5 പേർക്ക് ജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആംബുലൻസ് കൊട്ടാരക്കര ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. വലിയ പോലീസ് സുരക്ഷയിലാണ് കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് കൃത്യമായ പോലീസ് സുരക്ഷയിലാണ് ആംബുലൻസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത കുരുക്കുണ്ടാകാതെയുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി, നാട്ടുകാരുടെ ഒരു സഹകരണവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡ് ചികിത്സയുള്ള കുട്ടിക്ക് 2 വൃക്കകൾ നൽകും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും, 2 നേത്രമണ്ഡലങ്ങൾ അമൃത ആശുപത്രിയിലേക്കുമാണ് നൽകിയത്. എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് വൈകിട്ടാണ് 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ് എന്നിവ തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിൽ കൊണ്ടുവന്നത്. അവയവ ദാനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഓട്ടോയുടെ നേതൃത്വത്തിലാണ് അതിന്റെ ഏകോപനം നടക്കുന്നത്. പോലീസിന്റെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ സഹകരണം ഉണ്ട്. ഇപ്പോൾ ആംബുലൻസ് കൊട്ടാരക്കര പിന്നിടുകയാണ്. പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പോലീസ് കോർട്ടിലാണ് ആംബുലൻസ് ഇപ്പോൾ അവയവങ്ങളുമായി ആംബുലൻസ് സഞ്ചരിക്കുന്നത്. വളരെ വേഗത്തിൽ ഏതാണ്ട് ഇനിയൊരു മണിക്കൂർ, പരമാവധി 1 മണിക്കൂർ മതി കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ. അവിടെ നിന്ന് പിന്നീട് ശ്രീചിത്രയിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തും. അവിടെ ചികിത്സ ഇത് ജീവിതത്തിലേക്കുള്ള പുതിയ വഴിയായി മാറും. ഒരു കുടുംബം തീവ്ര ദുഃഖത്തിലായിരിക്കുമ്പോഴും രക്ഷാകർത്താക്കൾ തങ്ങളുടെ മകൾ ഇനിയും ജീവിക്കും എന്ന പ്രതീക്ഷയിൽ അത് മറ്റു കുട്ടികൾക്ക് ജീവിതത്തിലേക്കുള്ള വഴി തുറക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അപൂർവമായ ഒരു തീരുമാനം. തീരാ ദുഃഖത്തിലും അവർ അത്തരമൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ 5 പേർക്ക് ഈ 10 മാസം മാത്രം ജീവിച്ച ഈ കുഞ്ഞ് ജീവനേകുന്നത് അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാനമായി പ്രായം കുറഞ്ഞ കുട്ടിയുടെ അവയവദാനമായി ഇത് മാറുകയാണ്. അനുശ്രീ, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയാണ് ആലിന്റെ 2 വൃക്കകളും കരളും ഹൃദയവാൽവുമാണ് ദാനം ചെയ്യുന്നത്. ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ കിംസ് ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ.